ഒരുപാട് കാശ് ചെലവാക്കിയിട്ട് മാലദ്വീപിലൊന്നും ഇനി പോകണ്ട. അതിലും മനോഹരമായിട്ടുള്ള അഗത്തിയിലെ ഈ കടപ്പുറം, ഒരു ഓഷ്യൻ ബ്ലൂവിന്റെ ഏറ്റവും മനോഹാരിത നിറഞ്ഞിട്ടുള്ള ഈ കടലിൽ നിന്നും ഫ്രഷ് ആയിട്ട് പിടിച്ചുകൊണ്ട് വന്ന നമ്മുടെ കിൻഡൽ ചൂര കൊണ്ടുള്ള അഗത്തി ബിരിയാണി. എത്ര കണ്ടാലും മതിവരാത്ത ഈ കടലിന്റെ സൗന്ദര്യം, എത്ര കേട്ടാലും മതിവരാത്ത ഈ തിരകളുടെ സംഗീതം. അടിപൊളി അല്ലേ? കിടിലൻ ചൂര ബിരിയാണിക്ക് ശേഷം വേണ്ട ഒരു നാടൻ സേമിയ പായസം. നല്ല അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഏലക്കിട്ട് വേവിച്ച് കുറുക്കിയെടുത്ത സിമ്പിൾ സേമിയ പായസം. കറക്റ്റ് മധുരം, നല്ല രുചി. അപ്പൊ ഇന്ന് അഗത്തിയിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ വന്നതിന് ശേഷമുള്ളത്. ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു പള്ളിയിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ഈവനിങ് കറങ്ങണം എന്നുള്ളൊരു മൂഡാണ്. ഞങ്ങൾക്ക് അതേ മൂഡാണ്. അപ്പം ഇന്ന് നമ്മുടെ ഷക്കീല ബീബിയുടെ സ്വന്തം ചൂര ബിരിയാണിയാണ് കാണാം. അപ്പോൾ ഒരു 1.5 കിലോ നല്ല കിൻഡൽ ചൂര, ഉപ്പ്, മഞ്ഞപ്പൊടി, ചുവന്ന മുളക് പൊടി വെച്ചിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 മണിക്കൂർ മുമ്പ്. ഇതിനെ അങ്ങ് വറുത്ത് കോരും. അപ്പോൾ അതേ കണ്ട, ഒട്ടും എണ്ണ ഒരല്പം പോലും കുടിച്ചിട്ടില്ല കേട്ടോ. സബോള ഒരു 10-12 സബോള, ഒരു 2-3 പച്ചമുളക്, മൊരിഞ്ഞ മസാലയുള്ള ഉരുളിയിൽ തന്നെ അങ്ങ് നമ്മള് നല്ല വാട്ടിയെടുക്കണം. ഇത് എന്തിനാ? സലാഡിനാ? സലാഡില് കുക്കുംബർ ഇടില്ല അല്ലെ? സബോളയും തക്കാളിയും പച്ചമുളകും തൈരും മാത്രം അല്ലേ? ചെറുനാരങ്ങ നീര് ഇടും. അല്ലാതെ ഇതിടില്ല, മറ്റേ തൈര് ഒഴിക്കില്ല അല്ലെ? എന്നിട്ട് ചെറുനാരങ്ങ ഒഴിക്കുവോ? വേണ്ട. അപ്പൊ ഏതെങ്കിലും ഒന്ന് മതി അല്ലേ? സബോള നോക്ക് അമ്മ വഴറ്റി 4 ഇനി അതുപോലെ തക്കാളി നമ്മൾ ചേർത്തു. ഇതും അതേപോലെ മാഷായി പോകണം, ഒരുവിധം ഒരു മാതിരി ആവണം. എന്നിട്ടല്ലേ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുള്ളൂ. അതിന്റെ പച്ചപ്പ് പോകണം. പച്ചപ്പ് പോയി അതിപ്പോ ഇട്ട് അടി പിടിച്ചു പോകും. തക്കാളി ഏകദേശം ഉടഞ്ഞ പോലെയായി, എണ്ണയൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് പുറത്തേക്ക് വന്നു. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അങ്ങോട്ട് തട്ടുക, വഴറ്റിയെടുക്കാം അല്ലെ? മസാല സെറ്റായി, മീൻ ഇട്ടു. ഇനി മസാലയിൽ അത് അങ്ങോട്ട് പിരണ്ട് വെക്കണം. അപ്പം പൊടികൾ എപ്പോഴായിരുന്നു ഇടണ്ടേ? പൊടി ഇപ്പൊ ഇടും, ഇതിന് ശേഷം അല്ലെ? ബിരിയാണി മസാലയാണ് ഇടുന്നത്. ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ഒരു ടീസ്പൂണൊക്കെ തട്ടിയിട്ടുള്ളൂ. ചിക്കൻ മസാലയോ? ഇതെല്ലാം ഒരു കണക്കാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്തോളുക. എന്താ ചേർക്കുന്നതെന്ന് കണ്ടല്ലോ. ഇനി അടുത്ത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി അതൊരു 1/2 ടേബിൾ സ്പൂൺ തട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേ നല്ല തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ്. വറ്റിച്ച ഗ്രേവി തിക്കായിട്ട് എടുക്കും അല്ലെ? ബിരിയാണിയുടെ കീ ആയിട്ടുള്ള കറിവേപ്പില അങ്ങ് ധാരാളമായിട്ട് തട്ടി ഇളക്കി മറിച്ച് സെറ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പൊ അതാ ഇറക്കി വെച്ചു, മസാല ഇറക്കി വെച്ചു. ഇനി നമുക്ക് അരിയുടെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. ചോറിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാം. നമ്മൾ അരി വെക്കുവാണ്. ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ അങ്ങ് വീഴ്ത്തണം. 3-3.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ. നമ്മളൊക്കെ ചിക്കനും ബീഫും ഒക്കെ ബിരിയാണി വെക്കുമ്പോൾ, എന്ത് ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ നെയ്യിലല്ലേ കൂടുതൽ ചെയ്യുന്നത്. ഇവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ദം ചെയ്യുമ്പോൾ മാത്രമാണ് ഇവര് നെയ്യ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മുഴുവൻ മസാലകൾ എല്ലാം ഇട്ടിട്ടുണ്ട്. കുരുമുളകുണ്ട്, തക്കോലമുണ്ട്, ഏലക്കയുണ്ട്, പട്ട ഉണ്ട്, ഗ്രാമ്പുണ്ട്, ജാതിപത്രി ഉണ്ട്, ബേ ലീഫ് ഉണ്ട്. നമ്മുടെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും. പക്ഷെ നമ്മൾ അവിടെ ഉപയോഗിക്കാത്തൊരു സാധനം ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ബിരിയാണി ഇല കണ്ട ഒന്ന് കൊന്നരാന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. വെള്ളം തിളച്ച് മറിഞ്ഞ് സെറ്റായി നമ്മൾ കഴുകി വാലാൻ വെച്ച അരി അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. അവിടെ കൈമ റൈസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുഴുവനായി വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ കുറച്ച് റോസ് വാട്ടർ, നാരങ്ങയുടെ നീര്, ഒരല്പം മഞ്ഞപ്പൊടി, 4 സവോള അല്ലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് പൊരിച്ചത്. നമ്മള് ചെയ്യുന്നതിന് വെറൈറ്റി ആയിട്ട് കറിവേപ്പില പൊരിച്ചത്, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ. അതില് വ്യത്യാസം ഇതാണ്, ഒരല്പം പഞ്ചസാര അതിൻ്റെ അകത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കുട്ടയാവും. ഇത് ഇപ്പൊ ഇങ്ങനെ ആവുമ്പോ കട്ട പിടിക്കില്ല. ശരിയാണല്ലോ. ഇനി നമുക്ക് വലിയൊരു ചെമ്പിൽ ദം ചെയ്യാം. ആദ്യം വേവിച്ച അരി ഇടാം. അതിന് മുകളിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. ഇനി കിൻഡൽ ചൂര മസാല ഇട്ട് മുകളിൽ ബിസ്തയും പരിവാരങ്ങളെ അങ്ങിട്ട് സെറ്റാക്കാം. വീണ്ടും ചോറിടും. ആദ്യത്തെ അതേ ലെയർ സിസ്റ്റം തന്നെ വീണ്ടും ചെയ്തു. മൂന്നാമത്തേതും അവസാനത്തേതുമായ ലെയറിൽ ചോറിട്ട് സെറ്റാക്കി അടച്ച് കനലിലേക്ക് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലക്ഷദ്വീപ് അഗത്തി മണം പരക്കുന്ന കിടിലൻ കിൻഡൽ ചൂര ബിരിയാണി റെഡിയായി. അപ്പൊ അഗത്തിക്കാരുടെ സ്പെഷ്യൽ ചൂര ബിരിയാണി ഇതാ പൊതി കെട്ടി കൊണ്ടുവന്നേക്കണ്ട. ദം തുറന്ന ഉടനെ ഞാൻ ഇലയിലേക്ക് ആക്കി റൈസ് മാത്രം ഒന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഫിഷിന്റെ എല്ലാ ടേസ്റ്റും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ഇട്ടതിന്റെ ബിരിയാണിയുടെ ആ ഒരു ഭയങ്കര ഫ്ലേവറും വന്നിട്ടുണ്ട്. അടിപൊളി. ഇനി നമ്മുടെ ചൂരയുടെ പീസ്, കിൻഡൽ ചൂരയുടെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് ബിരിയാണി റൈസും കൂട്ടി അഗത്തിയിലെ സ്പെഷ്യൽ ചൂര ബിരിയാണി അടിപൊളി. ഇനി ഇവിടെ സലാഡും ചമ്മന്തിയും എല്ലാം കൂട്ടി നമുക്കൊന്ന് പൊളിക്കുകയല്ലേ. അപ്പൊ ഇതേ ചോറിട്ടൊന്ന് കുഴച്ച് ഇവിടെ നാരങ്ങ നീരൊഴിച്ച ഇവിടെ സലാഡ് കുറച്ച് വെച്ച് ചമ്മന്തി മാത്രം തിന്നോട്ടെ.
നല്ല ഡിഫറെന്റ് ടേസ്റ്റ് കേട്ടോ. കാരണം വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട പച്ചച്ചമ്മ ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ. നമ്മുടെ ഒരു കിൻഡൽ ചൂരേനെയും വെച്ച് ഇങ്ങനെ എടുത്ത് ഒതുക്കി മസാലയും മീനും എല്ലാം കൂടെ പൊടിഞ്ഞ് ചേർന്നിട്ടുള്ള അഗത്തിയിലെ ഫിഷ് ബിരിയാണി. ഒരുപാട് കാശ് ചെലവാക്കിയിട്ട് മാലദ്വീപിലൊന്നും ഇനി പോവണ്ട. അതിലും മനോഹരമായിട്ടുള്ള അഗത്തിയിലെ ഈ കടപ്പുറം, ഒരു ഓഷ്യൻ ബ്ലൂവിന്റെ ഏറ്റവും മനോഹാരിത നിറഞ്ഞിട്ടുള്ള ഈ കടലിൽ നിന്നും ഫ്രഷ് ആയിട്ട് പിടിച്ചുകൊണ്ട് വന്ന നമ്മുടെ കിൻഡൽ ചൂര കൊണ്ടുള്ള അഗത്തി ബിരിയാണി. എത്ര കണ്ടാലും മതിവരാത്ത ഈ കടലിന്റെ സൗന്ദര്യം, എത്ര കേട്ടാലും മതിവരാത്ത ഈ തിരകളുടെ സംഗീതം. അടിപൊളിയിലെ കിടിലൻ ചൂര ബിരിയാണിക്ക് ശേഷം വേണ്ട ഒരു നാടൻ സേമിയ പായസം. നല്ല അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഏലക്കിട്ട് വേവിച്ച് കുറുക്കിയെടുത്ത സിമ്പിൾ സേമിയ പായസം. കറക്റ്റ് മധുരം, നല്ല രുചി. ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും മുഞ്ചിനൊട്ടും കുറവില്ലാത്ത, രുചിക്കൊട്ടും കുറവില്ലാത്ത തനി നാടൻ സേമിയ പായസം. ബിരിയാണിയുടെ മസാലയും മീനിന്റെ രുചിയും റൈസിന്റെ കറക്റ്റ് ചേരുവയും എല്ലാം കൂടെ ചേർത്ത് ആ രുചി വായിൽ നിൽക്കുമ്പോൾ ഒരു തനി നാടൻ സേമിയ പായസം. സത്യത്തില് ബിരിയാണിയുടെ കൂടെ എത്ര കമ്പൈൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ.